അസ്സലാമു അലൈക്കും. സാബിറ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. ഇന്ന് സാബിത്ത ഒരു രസകരമായ ഒരു സംഗതി പറയാനാണ് വന്നത്. പറയാൻ മാത്രമല്ല, കാണിക്കാനും കൂടിയാണ്. അതിൻ്റെ മുന്നേ ഇത് എൻ്റെ സാബിറ വ്ളോഗ് പുതിയ ചാനലാണ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാത്തവരോട് ഞാൻ പറയാണ്. എന്നെ കാണുന്ന വീഡിയോസിൻ്റെ താഴെ ഒരു കറുത്ത നിറത്തിലൊരു എഴുത്ത് കാണും, ഒരു നീളത്തിൽ. അത് തൊട്ടാൽ സബ്സ്ക്രൈബായി തെറ്റിപ്പറഞ്ഞ് ഇപ്പം അങ്ങനെ തന്നെ പറഞ്ഞു തന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മണിബെല്ലം തൊടുക. ഓക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞാൽ, നമുക്ക് സ്ത്രീകൾക്ക് റെസ്റ്റ് ഇല്ലാത്ത പണിയാണ്. റെസ്റ്റ് ഇല്ലാതെന്നല്ല, ഒരു സമയമില്ലാത്ത ഒരു ഇന്ന സമയത്ത് നിർത്തണം. ആണുങ്ങൾക്കെല്ലാണെങ്കിൽ രാവിലെ 9 മണി തൊട്ടിട്ട് വൈകുന്നേരത്തെ 5 മണി വരെ, അല്ലെങ്കിൽ 9 മണി തൊട്ടിട്ട് 10 മണി വരെ, പിന്നെ ഫ്രീ ആണ്. പെണ്ണുങ്ങൾക്കാണെങ്കിൽ പുറത്ത് പോകുന്ന പെണ്ണുങ്ങൾക്കും രാവിലെ 9 മണി തൊട്ടിട്ട് വൈകുന്നേരത്തെ 5 മണി, അങ്ങനെ ഒരു സമയം ഉണ്ടാവും. സമയമില്ലാ സമയങ്ങളുള്ള മുഴുവൻ പണിയാണ് നമ്മളെ പെണ്ണുങ്ങൾക്ക്. അപ്പോൾ ചെറിയ മക്കളുണ്ടെങ്കിൽ, ചെറിയ മക്കളുള്ള ഉമ്മാർക്കാണെങ്കിൽ പിന്നെ കാലുമ്പിൽ ഉറുമ്പുകാരോ നേരം ഉണ്ടാവില്ല, അത്രയും പണിയാണ്. നമുക്ക് ഈ നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞാൽ കിച്ചൻ്റെ അകത്ത് പാത്രം കൊണ്ടാച്ചാൽ എൻ്റെ മോളെ, അത് നോമ്പ് തുറക്കാൻ മുന്നേ കൊണ്ടാച്ചെടുക്കുന്ന പാട് വേറെ. തിന്ന് കഴിഞ്ഞാൽ കാല് കൊണ്ടാച്ചിട്ട് മക്കളെ, ആണുങ്ങൾക്ക് നല്ല എണ്ണീച്ച് കൈയും മുഖവും പള്ളി പാനും നിൽക്കച്ച് വരുന്നപ്പോഴത്തേക്ക് രണ്ടാമത്തെ ഫുഡ് ഓക്കെ. അത് നോമ്പിന് ലീവ് എടുക്കുന്നവരുണ്ട്, നോമ്പിന് നാട്ടിൽ വരുന്നവരുണ്ട്. ആണുങ്ങൾ വളരെ സൂപ്പർ. നമുക്ക് എന്തെങ്കിലും ഒരു ലീവ് ഉണ്ടാ. 7 വയസ്സെത്തും ഉമ്മ പറയും, എല്ലാ മളെ ഇനി 5-6 വയസ്സായില്ല, ഇനി ഒന്നങ്ങ് മുറ്റാൻ കടിച്ചു വരും, ഒരു പ്ലേറ്റിങ് കൈയിടും, ഒരു ചൂലും നടത്താൻ. അന്ന് തൊട്ടിട്ട് നമ്മൾ എടുക്കുന്നു മരിക്കുന്നവരെ. നമുക്ക് പണിയല്ലേ പെണ്ണുങ്ങൾക്ക്? ആണുങ്ങൾക്ക് നല്ല സുഖം എന്നല്ല, ഒലിക്കുറതായ പണീൻ്റെ ഭാരമുണ്ട്, നമുക്ക് നമ്മളതായതുണ്ട്. പക്ഷേ നമുക്കൊരു റെസ്റ്റും ഇല്ല. നമുക്കൊരു എന്താ പറയണ്ടേ, ഞാനെല്ലാം 22 വയസ്സിൽ വേറെ താമസിച്ചിട്ട് എപ്പെങ്കിലും ഒരു കറിയോ ഒരു പൊറാട്ടയേറ്റോ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും ഒരു കുടുംബക്കാരറ്റം കണ്ടിട്ടുണ്ടപ്പോൾ ഓളെപ്പം പുറത്തുനിന്ന ഓളെ പൊരേ കത്തിക്കലേ ഇല്ല. നമ്മളെ പ്രയാസങ്ങളൊന്നും ഒരു മനസ്സിലാക്കൂല, കുടുംബം തന്നെ പറയുക. അല്ലാണ്ട് പിന്നെ പുറത്തുള്ളവരൊന്നല്ല. എല്ലാവരുടെയും കണക്കന്നെ. എപ്പെങ്കിലും ഒരു ഇത് വാങ്ങിയാൽ മതി. അല്ല പിന്നെ എപ്പെങ്കിലും അടുപ്പ് കത്തിക്കണത് കുഞ്ഞു മക്കളെയും കൊണ്ട് നമ്മൾ കഷ്ടപ്പെടൽ. പക്ഷെ അയ്യ വീട്ടിലെല്ലാം ഇപ്പോൾ ഓലതാ 10 പൊറോട്ട, 50 കറി, മറ്റേത് അൽഫാം, ബീഫാം. പിന്നെ നോമ്പുറേൻ്റെ ഫുഡെല്ലാം പുറത്ത് നിന്നെല്ലാം വിളിച്ചു അതിൻ്റെ പുരയിലെത്തിക്കുന്ന അതിനൊന്നേ ഇല്ല. ഞാൻ പിന്നെ കുഞ്ഞു മക്കളെയും കൊണ്ട് ആകാത്തത് കൊണ്ടുതന്നെ മക്കളെ കാലിൽ പിടിക്കുന്ന, കൈ പിടിക്കുന്ന, വയറ്റിൽ എല്ലാം ഉള്ളതല്ല. ആരുമില്ല. 22 വയസ്സെന്ന് പറഞ്ഞാൽ ഇപ്പം കല്യാണ പ്രായം എത്തിയേക്കില്ല. 22 വയസ്സിൽ ഇപ്പം അങ്ങനെ ഇല്ലെന്ന് ചോദിച്ചാൽ ആയിട്ടുങ്ങൾ ഉമ്മാർ പോലെ ചെറിയ മോളല്ലോ ഓക്കെ 22 വയസ്സല്ല ആയിക്കൊള്ളൂ എന്ന്. അന്ന് 22 വയസ്സ് ഞാനിവിടെ പാർത്തിക്ക്. മൂത്ത മോനിക്ക് 4 വയസ്സ്, രണ്ടാമത്തെ മോക്ക് 8-ാം മാസം ഗർഭത്തിലാണ് ഞാനിവിടെ പാർക്കുന്നത്. 22 വയസ്സാണ്. അന്ന് കഷ്ടപ്പെടുന്ന സാമ്പത്തികം കൊണ്ടല്ല, നമ്മളെ ജോലീൻ്റെ കാര്യത്തിലല്ല. അതല്ല ഞാൻ ചോദിക്കും ഭർത്താവിനോട് ഒരു പണിക്കാരത്തിനെ വെച്ച്, എന്നാ പറയാ ഞാൻ പെണ്ണ് കെട്ടിക്കൂട്ടി കൊണ്ടുത്തരാമെന്ന്. അതാരെങ്കിലും സഹിക്കുക? അതടക്കട്ടെ, അങ്ങനെയുള്ള കാലഘട്ടങ്ങളാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ രസകരമായ സംഗതി ഇങ്ങനെ കാണിച്ചു വന്നേ അടക്കെ. അതാണ് ഞാനിപ്പോൾ പിന്നെ നമ്മളെ പെണ്ണുങ്ങളെ പണീനാണ്. നമ്മളെ നിങ്ങൾ ചിരിക്കുക തയ്യാറാണെങ്കിൽ ചിരിച്ചോ, നല്ല രസമുള്ള സംഗതിയാണ്. ചിരിക്കുക തയ്യാറാണെങ്കിൽ ചിരിച്ചോ. തീർത്തോടും അത് ഇവാളെ നടക്ക്. അതിനെന്താളി കിട്ടാത്ത ഇങ്ങോട്ട് ബാടാ. ജീവിതം അതേപോലെയാവും. പാട്ട് ആദ്യം ലോം വിചാരിച്ച് ഓളോനെ കാണുമ്പോൾ ചിരിക്കുന്നതായിരിക്കും. പിന്നെ ഓനിക്ക് ഡൗട്ട് വന്നേ. അല്ല അടക്കെ അല്ല പറഞ്ഞു മളയെ ചിരിക്കണ്ട, അതിൽ പാട്ട് കോപ്പി റേറ്റ് വരും. ചിരിക്കണ്ട, അത് നല്ല രസാലേ. കണ്ടിട്ട് ഒരുപാട് ചിരിച്ച് അതിൻ്റെ അകത്ത് കമൻറ്റ് കാണുന്നങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ പറഞ്ഞു തന്നാ
എനിക്ക് ഇത് കണ്ടിട്ട് എൻ്റെ ചിരി നിർത്താൻ പറ്റുന്നില്ല സത്യ. കാണുന്ന പോലെ ചിരി നിർത്താൻ പറ്റൂല. ഞാൻ ചിരിച്ച് ഒരു വഴിക്ക് ആയി. ചിരിക്കുമ്പോൾ എന്തായാലും ഭംഗിയുണ്ടെന്ന് ഒരാള്. അല്ലാത്ത ചിരി. ഇനിയിപ്പോ ഇതെങ്ങനെ നിർത്തും, എങ്ങനെ നിർത്തും എന്നാ ചോദിക്കുന്ന. ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല. എല്ലാവരും ഇത് തന്നെ. ഇത്രയും ചിരിച്ച റീൽസ് ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. റീൽസ് കണ്ട് ചിരിച്ചത് ഈ അടുത്ത കാലത്തൊന്നും ഓല് കണ്ടിട്ടില്ലല്ലോ. അതൊരു ഹസീനയാണ് ഇട്ടത്. പിന്നെ ഇത് കണ്ട ഞാൻ ചിരിച്ച് ഇല്ലാതായി. എൻ്റെ തെസ്നി എന്തായാലും അടിപൊളിയാണ്. അവളെ പേര് തെസ്നിയാന്ന് തോന്നുന്നു, ഞാൻ കാണലില്ല. ഇത് പിന്നെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കണ്ടതാണിത്. അതല്ല ഞാൻ പറഞ്ഞ, നിങ്ങളിങ്ങനെ സെർച്ച് ചെയ്ത് എല്ലാം കാണുന്നില്ല, അക്കൂട്ടത്ത് കണ്ടതായിരുന്നു. അല്ല ചിരിച്ചു ഒരു വൈക്കായി. നല്ലോണം ചിരിച്ചിട്ട് തന്നെ പറഞ്ഞ. ചിരിച്ച് കുറച്ച് കൂടെ ഉണ്ട് കേട്ടോ. എൻ്റെ മളെ ജോലി ചെയ്യാൻ തന്നെ വയ്യ. അതിനിടക്ക് ഒരുപാട് ജോലി, പിന്നെ ചിരി വരും. അതാ വേറെ ഒരാൾ പറയുന്നത്, ഒരുപാട് ജോലി തിരക്കിൽ എങ്ങനെയാ ഞാൻ ചിരിക്കുക, ഒളിങ്ങനെ എന്താ വെച്ചെന്നല്ലോ വന്ന് ചോദിച്ചേ. അയ്യോ മനുഷ്യൻ ചിരിച്ചു ചത്തോ എൻ്റെ അമ്മേ. ചിരിച്ചിട്ട് ഇതിൽ പോലെ എന്തെങ്കിലും എളുപ്പമുണ്ടോ, എന്തെങ്കിലും സംഭവം. ഇതന്നെ നിങ്ങൾ കണ്ടാ എൻ്റെ മളെ ചിരിച്ച് ഓലവശനായി, ഓലിപ്പം കാറ്റ് പോകാനായി എന്നല്ല ഓല് പറയുന്നത്. അപ്പൊ അത് നല്ല രസമുള്ളതും നമുക്കെല്ലാം പറഞ്ഞ പോലെ രസകരമായത് അതും കാണിച്ചു തരണ്ടേ നിങ്ങൾക്ക്. അനക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. നല്ലത് പറയും, നല്ലത് പ്രവർത്തിക്കും, ഡാൻസ് കളിക്കും, തുള്ളിക്കളി ഒക്കെ.